നടന്നത് ലാസ്റ്റ് ജയിൽ നോമിനേഷനാണ്. ബിഗ് ബോസ് വീട്ടിലെ അവസാനത്തെ ജയിൽ നോമിനേഷനാണ് നടന്നത്. അതിൽ 8 വോട്ടുകളോടെ അവിടെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് നോറയായിരുന്നു. രണ്ടാമതായി വന്ന അവിടെ ശ്രീധുവിന് 5 വോട്ടും അഭിഷേകിന് 5 വോട്ടാണ് വന്നത്. അങ്ങനെ 2 പേർക്കും സെയിം വോട്ടായതുകൊണ്ട് തന്നെ 2 പേർക്കും പിച്ച് ചെയ്ത് അത് എടുക്കാനുള്ള ഒരു അവസരം ബിഗ് ബോസ് നൽകി. നിങ്ങൾക്ക് സംസാരിച്ചുകൊണ്ട് ഓരോ മിനിറ്റ് സംസാരിച്ചുകൊണ്ട് അവിടെ നിങ്ങളുടെ യോഗ്യത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാനുള്ള യോഗ്യത അല്ലെങ്കിൽ ജയിലിൽ പോകാതിരിക്കാനുള്ള കാരണങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിക്കാവുന്നതാണ് എന്ന് ബിഗ് ബോസ് പറഞ്ഞ സമയത്ത് അവിടെ അഭിഷേക് സംസാരിച്ചു, ശ്രീധു സംസാരിച്ചു. അതിനുശേഷം ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾക്ക് വല്ല ചോദ്യങ്ങൾ അവരോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞ സമയത്ത് അവിടെ സിജോ എഴുന്നേറ്റ് നിന്ന് അഭിഷേകിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്സര ചോദിക്കുന്നുണ്ട്, ജാസ്മിൻ ചോദിക്കുന്നുണ്ട്. ഇവർ 3 പേരാണ് മെയിനായിട്ട് ചോദിച്ചത്. അവർ ചോദിച്ചു ഇവിടുത്തെ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അഭിഷേക് അവിടെ പറഞ്ഞത് എനിക്ക് താല്പര്യമുള്ള ആളുകളുടെ അടുത്ത് മാത്രമാണ് എനിക്ക് സംസാരിക്കാൻ താല്പര്യമുള്ളൂ, അല്ലാത്തവരുടെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. എൻ്റെ ഗെയിമും കാര്യങ്ങളൊക്കെ ഞാൻ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്, എനിക്ക് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യകതയില്ല, എനിക്ക് സംസാരിക്കാനും താല്പര്യമില്ല. കഴിഞ്ഞ ദിവസം ജാസ്മിൻ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു എന്താണ് അവളുടെ അടുത്ത് സംസാരിക്കാത്തതെന്ന്, എനിക്ക് അവളുടെ അടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെയാണ് അവിടെ അഭിഷേക് മറുപടി പറഞ്ഞത്. അത് കേട്ടപ്പോൾ ജാസ്മിന് ദേഷ്യം വന്നു. ജാസ്മിൻ എഴുന്നേറ്റ് നിന്ന് വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു ഈ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ഈ വീട്ടിലുള്ള എല്ലാവരുമായിട്ടും സമ്പർക്കം പുലർത്തേണ്ടി വരും, എല്ലാവരുമായിട്ട് സംസാരിക്കാൻ ഗെയിം കളിക്കാൻ ഒക്കെ വേണ്ടി വരും. ആ സമയത്ത് എനിക്ക് താല്പര്യമുള്ളവരുടെ അടുത്ത് മാത്രമേ സംസാരിക്കൂ എന്ന് പറയുന്ന ആൾക്കാർ ഇങ്ങോട്ട് കയറി വരേണ്ട ആവശ്യകതയില്ലല്ലോ എന്നാണ് ജാസ്മിൻ അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നത്. അതിനുശേഷം അവിടെ അപ്സരയും ചോദിക്കുന്നുണ്ടായിരുന്നു ഇതേ ചോദ്യം, ഈ വീട്ടിൽ നിൽക്കാനായിട്ട് എന്താണ് പറയുന്നത്, ഇത്രയും മത്സരാർത്ഥികൾ ഇവിടെ ഉള്ളപ്പോൾ എല്ലാവരോടും സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് വളരെ ഹുങ്കായിട്ട് പറയുന്നത് പോലെ ഫീൽ ചെയ്തു എന്നാണ് അപ്സര അവിടെ പറയുന്നുണ്ടായിരുന്നത്. അതിന്റെ പേരിൽ അഭിഷേക് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ടായിരുന്നു. അഭിഷേക് ഇന്നേ വരെ അവിടെ വന്നിട്ട് ചൂടാവാത്ത തരത്തിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ചൂടാവലായിരുന്നു. അത് ജാസ്മിൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ അഭിഷേക് വന്നിട്ട് ഒരു കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം പിന്നീട് ഇന്നാണ് അഭിഷേക് ഒന്ന് കോളിളക്കം സൃഷ്ടിക്കുന്നത്, സംസാരിക്കുന്നത് വായ തുറന്ന്, അതെന്തുകൊണ്ടാണ് ഇപ്പം മാത്രം എന്നുള്ള രീതിയിൽ അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു. അഭിഷേക് ഭയങ്കരമായിട്ട് ചൂടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ വിട്ട് ചൂടായോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അഭിഷേക് വായിൽ തോന്നുന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അഭിഷേക്. ആ സമയത്താണ് അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നത് അവിടെ ജാസ്മിനോട് നീ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നോ ഗബ്രിയുടെ അടുത്ത് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നത്. സത്യത്തിൽ അതൊരു അസ്ഥാനത്തുള്ള ചോദ്യമായിരുന്നു. അവിടെ ആ വീട്ടിലുള്ള അപ്പോഴത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ജാസ്മിനെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചൊരു ചോദ്യമാണത്, നീ ഗബ്രിയുടെ അടുത്ത് പറഞ്ഞ നിന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സത്യങ്ങളായിരുന്നോ എന്നുള്ളത്. അവിടെ സത്യത്തിൽ ആ ചോദ്യത്തിന്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരൊറ്റ ചോദ്യത്തിൽ അവിടെ വീട് മൊത്തത്തിൽ ഇളകി മറിയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പിന്നീട് എല്ലാവരെയും വോട്ടുകൾ വീണ്ടും എണ്ണിയപ്പോൾ അവിടെ വീണ്ടും അഭിഷേകിനെ തന്നെയാണ് ഒരു വോട്ട് കൂടുതൽ വന്നത്. അങ്ങനെ അഭിഷേക് അവിടെ ജയിലിലേക്ക് പോകേണ്ട അവസ്ഥയാണ്. നോറയും അഭിഷേകുമാണ് ജയിലിലോട്ട് പോകുന്നത്. പിന്നീട് ഈ ഒരു ടോപ്പിക്കുമായി സംസാരിക്കാനായിട്ട് ജാസ്മിൻ അഭിഷേകിന്റെ പുറകെ നടക്കുന്നുണ്ട്. പക്ഷെ അഭിഷേക് നിന്നെ പോലെ കള്ളം പറയുന്ന ഒരുത്തിയുടെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ജാസ്മിന്റെ അടുത്ത് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ പേഴ്സണൽ കാര്യത്തെക്കുറിച്ചാണ് നീ സംസാരിച്ചത്, എനിക്ക് അത് എന്താണെന്ന് അറിയാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ജാസ്മിൻ കുറെ സംസാരിക്കാനൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അഭിഷേക് പറഞ്ഞു എനിക്ക് അവളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുമുണ്ടായിരുന്നു.